ഇന്നാണ് രാജസ്ഥാന്റെ അടുത്ത മത്സരം. ഹൈദരാബാദാണ് രാജസ്ഥാന്റെ എതിരാളികൾ. ഇന്ന് ജയിക്കുന്നവർ ഫൈനലിലേക്ക് എത്തും, തോൽക്കുന്നവർ IPL നിന്ന് പുറത്താണ്. അതുകൊണ്ട് ഇന്ന് ജീവൻ മരണ പോരാട്ടമാണ്. ചെന്നൈയിലാണ് ഇന്നത്തെ മാച്ച് നടക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ മഴയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹൈദരാബാദ് രാജസ്ഥാൻ മാച്ചിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി ഹൈദരാബാദ് ടീമിനെ പരിഗണിച്ചാൽ ഹൈദരാബാദ് ഇപ്പോൾ ഡൗൺ ആണ്. കഴിഞ്ഞ മാച്ചിൽ തന്നെ നാണം കെട്ടാണ് ഹൈദരാബാദ് കൊൽക്കത്തയുമായിട്ട് തോറ്റിട്ടുണ്ടായിരുന്നത്. പക്ഷെ അവരങ്ങനെ എഴുതി തള്ളാൻ സാധിക്കില്ല. ചില സമയത്ത് നല്ല ഫോമിലാണ് ഹൈദരാബാദ് കളിക്കാറ്, എന്നാൽ ചില സമയത്ത് നല്ല ഡൗൺ ആകാറുമുണ്ട്. ഹൈദരാബാദ് ഫോമായാൽ പിന്നെ അവർ പിടിച്ചു കെട്ടാൻ എളുപ്പമല്ല. 300 റൺസ് വേണമെങ്കിലും അടിക്കാൻ പറ്റിയ ടീം അവർക്കുണ്ട്. ഹെഡ്, അഭിഷേക് ശർമ്മ തുടങ്ങി മികച്ച താരങ്ങൾ അവർക്കുണ്ട്. ഇനി രാജസ്ഥാൻ ടീമിനെ പരിഗണിച്ചാൽ രാജസ്ഥാൻ ഇപ്പോൾ മികച്ച ഫോമിലാണ്. RCBയെ തോൽപ്പിച്ചാണ് രാജസ്ഥാൻ വന്നിരിക്കുന്നത്. ഇതേ സമയം ഹൈദരാബാദ് കൊൽക്കത്തയോട് തോറ്റാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാജസ്ഥാന് തന്നെയാണ് വിജയ സാധ്യത കൂടുതൽ. കഴിഞ്ഞ മത്സരത്തിൽ ജയ്സ്വാൾ ഫോമായിട്ടുണ്ടായിരുന്നു. മികച്ചൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് ഇന്ന് രാജസ്ഥാന് ആവശ്യമാണ്. ഹൈദരാബാദ് ടീമിനെ അങ്ങനെ എഴുതി തള്ളാൻ സാധിക്കില്ല. ഇന്ന് രാജസ്ഥാന് ടോസ് ലഭിച്ചാൽ വിജയ സാധ്യത കൂടുതലാണ്. സെക്കൻഡ് ബാറ്റ് ചെയ്യുന്നവർക്കാണ് ഇന്ന് വിജയ സാധ്യതയുള്ളത്. ഇന്നത്തെ മാച്ച് ചെന്നൈയിലായതുകൊണ്ട് മുൻതൂക്കം രാജസ്ഥാനാണ്. ഇന്നത്തെ മാച്ചിൽ മഴ പെയ്യാൻ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട്. ഇന്ന് മഴ പെയ്ത് കളി നടത്താൻ സാധിച്ചില്ലെങ്കിൽ റിസർവ് ദിനം ഉണ്ടായിരിക്കുന്നതാണ്. രാജസ്ഥാൻ ടീം 2 കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഹൈദരാബാദിനെതിരെയുള്ള രാജസ്ഥാന്റെ പ്ലേയിങ് 11 നോക്കാം. ജയ്സ്വാൾ, കാഡ്മോർ, സഞ്ജു, റിയാൻ പരാഗ്, ധ്രുവ് ജുറൽ, റോമാൻ പവൽ, അശ്വിൻ, ട്രെൻഡ് ബോൾട്ട്, ആവേശ് ഖാൻ, സന്ദീപ് ശർമ്മ, ചഹലെ. മികച്ചൊരു ടീം രാജസ്ഥാനുണ്ട്. പക്ഷെ എല്ലാ താരങ്ങളും ഫോം ആകുന്നില്ല. പ്രത്യേകിച്ച് ബാറ്റിങ്ങിലാണ് ഫോം ആകേണ്ടത്. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ രാജസ്ഥാൻ ജയിക്കുമോ ഹൈദരാബാദ് ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.